ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര രാജീവരുടെ 2.5 കോടി നിക്ഷേപത്തെക്കുറിച്ച് ഇഡി അന്വേഷിക്കണമെന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. ഉദയഭാനു റിപ്പോർട്ടറിനോട്. തന്ത്രി പോലീസിൽ പരാതി നൽകിയില്ല എന്നത് ഗൌരവതരമായ പ്രശ്നമാണ്. കൊള്ള ചെയ്ത പണമാണ് തന്ത്രി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചതെന്നും ഉദയഭാനു ആരോപിച്ചു. അവിടെ ഇഡി നെടുമ്പറമ്പൽ ഫിനാൻസിൽ 2.5 കോടി രൂപ തന്ത്രി നിക്ഷേപിച്ചെന്ന് അസൈറ്റ് കണ്ടെത്തിയതാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഇഡി തന്നെ നടത്തണം. ഈ പണം എവിടെ നിന്ന് വന്നു, ഈ പണം നഷ്ടപ്പെട്ടിട്ടും തന്ത്രി പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. അവിടുന്ന് പൈസ വിഡ്രോ ചെയ്തതിനെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. നാട്ടിൽ പൊതുവെ അഭിപ്രായമുണ്ട്. അത് കോൺഗ്രസിന്റെ നേതാവ് ജോർജ് മാമൻ കൊണ്ടൂരിന് ഇതിൽ പങ്കുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനെക്കുറിച്ചും അന്വേഷിക്കുന്നു. സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തി ഈ കൊള്ളയെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. ചുരുക്കം ശമ്പളം മാത്രമുള്ള ഒരു തന്ത്രിക്ക് എങ്ങനെയാണ് ഇത്ര വിപുലമായ രീതിയിൽ അവിടെ നിക്ഷേപം നടത്താൻ കഴിയുന്നത്? ഇത് കൊള്ള ചെയ്ത പണമല്ലേ, അല്ലാതെ ഇഡി വിശദമായി അന്വേഷിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, വളരെ ഗൗരവതരമായ ആരോപണമാണ് കെ.പി. ഉദയഭാനു നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്, ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തന്ത്രി അവിടെ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ നിക്ഷേപിച്ചു. ആ സ്ഥാപനം പൊട്ടിയതിനു ശേഷവും ഈ തന്ത്രി ആ പണം തിരികെ ആവശ്യപ്പെട്ടിട്ടില്ല, പരാതി നൽകിയിട്ടില്ല എന്നതാണ് ആ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം സോഴ്സ് കാണിക്കാൻ രേഖകളില്ലാത്തതിനാലാകാം, അത് കള്ളപ്പണമായതുകൊണ്ടാണ് തന്ത്രി ഇത്തരത്തിൽ ഈ അന്വേഷണവുമായി അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാത്തത് എന്നല്ലേ ഉദയഭാനു പറയുന്നത്? ആര്യ, കേരള കോൺഗ്രസ് മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന NM രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്, ആ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം ഇഡിയുടെ ഒരു പരിശോധന നടന്നിരുന്നു. ഇഡിയുടെ പരിശോധന നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. ഉദയഭാനു ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് SIT കണ്ടെത്തൽ ആണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് ശബരിമല തന്ത്രി കണ്ഠര രാജീവർക്ക് 2.5 കോടിയുടെ നിക്ഷേപം ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ ഉണ്ട് എന്നായിരുന്നു കെ.പി. ഉദയഭാനു പറഞ്ഞത്. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ കെ.പി. ഉദയഭാനു ഏറ്റവും പുതിയതായി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ആന്റോ ആന്റണി MP, പത്തനംതിട്ട MP ആന്റോ ആന്റണി മറ്റൊരു 2.5 കോടി രൂപ ഇതേ സ്ഥാപനത്തിൽ നിന്നും പിൻവലിച്ചതായി പലരും പറഞ്ഞു കേൾക്കുന്നു എന്ന ഒരു ആരോപണം കൂടി കെ.പി. ഉദയഭാനു ഉന്നയിച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇഡി വരും ദിവസങ്ങളിൽ വിശദമായി അന്വേഷിക്കണം എന്നൊരു കാര്യം കൂടി കെ.പി. ഉദയഭാനു പറയുന്നു. തന്ത്രിയെ പോലുള്ള ഒരാൾ, അതായത് വേതനം ശമ്പളമായി തുക വാങ്ങുന്ന ഒരാൾ 2 കോടിയിലധികം രൂപ, ഭീമമായിട്ടുള്ള തുക എങ്ങനെ ഇങ്ങനെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ കഴിയും? അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് കൃത്യമായും ഇഡി നടത്തേണ്ടത് എന്നാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള കെ.പി. ഉദയഭാനു പറയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ്, അതായത് ആന്റോ ആന്റണി MPക്കായി മറ്റൊരു കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി MPക്കായി ആ സ്ഥാപനത്തിൽ നിന്ന് പണം പിൻവലിച്ചു എന്നുകൂടി കെ.പി. ഉദയഭാനു പറയുന്നുണ്ട്. ആ ചോദ്യം ഇപ്പോൾ ആന്റോ ആന്റണിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനും കൃത്യമായി അദ്ദേഹത്തിന് ഒരു ഉത്തരമില്ലായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.